ഹായ്, ഇന്നൊരു സന്തോഷമുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങളെല്ലാവരും കൂടി വെട്ടുകാട് പള്ളിയിലേക്ക് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ യാത്രയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ദേവ് കൂടെ ഉണ്ട്. അപ്പോൾ അവൾ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ വോയിസ് കേൾക്കാം. കുഞ്ഞാവയ്ക്ക് ചാറ് എടുക്കാൻ പോവേണ്. അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ എത്തിയിട്ട് നമ്മൾ കാവടി പോവും, കുടുംബ കാവടി പോവാം. എന്നിട്ട് അമ്മാമ്മയുടെ കൂടെ വരും. അപ്പോൾ ദേവ് പറഞ്ഞതുപോലെ ഞങ്ങൾ വെട്ടാട് പള്ളിയിലേക്ക് പോകുന്നത് ഡാനിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ കൊടുത്തതുപോലെ തന്നെ പള്ളിയിൽ കൊടുക്കാനായിട്ടൊരു നേർച്ചയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. ആ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കണിയാപുരം എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കാണിക്കാമെന്ന് കരുതി. അതാണ് RK വെഡ്ഡിങ് മാൾ ഇവിടുത്തെ. ഇത് ആലിൻ്റെ മൂടെന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ശരിക്കും ആ കാണുന്ന തൂണിൻ്റെ അവിടെയായിരുന്നു വലിയൊരു ആലുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ റോഡ് പണിയുടെ കാരണം അതൊക്കെ മുറിച്ചു. നല്ല ഭംഗിയായിരുന്നു. ഇപ്പം ആ ഒരു പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഓർമ്മയാണ് പെട്ടെന്ന് വന്നത്. അതാണ് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ ഇത് ശരിക്കും കണിയാപുരം ജംഗ്ഷനായി കേട്ടോ. നമ്മൾ ആ കാണുന്നതാണ് യെല്ലോ ബിൽഡിങ്ങാണ് കണിയാപുരം ഡിപ്പോ. ആലിൻ്റെ മുകളിൽ അകത്തോട്ടൊരു വഴിയുണ്ട്. അവിടെ നമ്മൾ റെയിൽവേ ക്രോസാണ്. നമ്മൾ പെരുമാതുറ പോകുന്ന വഴിയാണിത്. അപ്പോൾ പണ്ട് ഇതുവഴി കൂടെയൊക്കെ വന്ന ഓർമ്മകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വഴി വീണ്ടും വരുന്നത്. അപ്പം റോഡൊക്കെ ആകെ മാറിപ്പോയി. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കുന്ന ഒരു ഷോപ്പ് ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല. കാരണം റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അത് അപ്പുറം വശമാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വശത്തുകൂടി മാത്രമേ വണ്ടി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വെയിലായിരുന്നു. അതിൻ്റെ നല്ല ചൂടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പം കഴക്കൂട്ടത്തോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ അൾസാജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അൾസാജ് കൺവെൻഷൻ സെൻറ്റർ എല്ലാവർക്കും അറിയായിരിക്കും. വലിയൊരു കൺവെൻഷൻ സെൻറ്ററാണ്. പണ്ട് ഒരു വട്ടം ഞാനവിടെ ഒരു കല്യാണത്തിന് ഇത് തുടങ്ങിയ സമയത്ത് ഒരു റിലേറ്റീവിൻ്റെ കല്യാണം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഇതുവരെയും കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കേക്ക് വേൾഡാണ് കേട്ടോ. വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കേക്കൊക്കെ അവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പോൾ അത് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് അതെടുത്തത്. അപ്പോൾ നമുക്ക് മേലിൽ കൂടെ പോകണ്ട, താഴെ കൂടെയാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇതാ അവിടെ നിൽക്കുന്ന ആ മരം കണ്ടില്ലേ, അതേപോലെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ നല്ലൊരു തണലൊക്കെ കിട്ടുന്ന മരമാണ് മുറിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടല്ല, നമുക്ക് ഈ ലെഫ്റ്റിലേക്കാണ് തിരിയാൻ, കുളത്തൂര് പോകുന്ന വഴിക്ക്. അപ്പോൾ ഇതുവഴി കയറുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ പോകുന്ന ആ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതാ ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇന്നെന്തോ ഭാഗ്യത്തിന് റെയിൽവേ ക്രോസ് അടച്ചില്ല. സാധാരണ വരുമ്പോൾ എപ്പോഴും റെയിൽവേ ക്രോസ് അടച്ചിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്ത് ട്രെയിൻ പോയതിന് ശേഷമായിരിക്കും പോകുന്നത്. ഇന്നെന്തോ നമ്മൾ വന്നപ്പോൾ ഇത് ഓപ്പണായി തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബ്ലോക്കൊക്കെ ആവും. അപ്പോൾ ട്രെയിനൊന്നുമില്ല. നമ്മൾ റെയിൽവേ ക്രോസൊക്കെ കഴിഞ്ഞിതാ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോണൂനിതാ എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫോണിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാനിതാ ചേച്ചിയുടെ തോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൂസും ദേവും അമ്മയും ചേച്ചിയൊക്കെ ബാക്കിലാണ് ഇരുന്നത്. അപ്പോൾ ദേവുവിന് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പുറം വശത്ത് ചാരി ഇരിപ്പുണ്ട് കേട്ടോ, വിൻഡോ സൈഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവളെ എടുക്കാൻ പറ്റാതിരുന്നത്. അവളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഡോണ് ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ബാക്കിൽ നല്ല അതുപോലെ കാണിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ. അതുകൊണ്ടാണ് അവളെ കിട്ടാതിരുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ വേളി ടൂറിസ്റ്റ് പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വേളി ടൂറിസ്റ്റ് പാർക്ക്. നമ്മൾ റോഡ് സൈഡിൽ കൂടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് ആ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഒത്തിരി തവണ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. നമ്മൾ ഒത്തിരി തവണ അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ പ്ലേസ്. പിന്നെ ഇതാ ഈ പള്ളിയില്ലേ, ഈ പള്ളിയുടെ പേര് എനിക്കറിയില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 25-ന് നമ്മളിവിടെ ക്രിസ്മസിന് വന്നായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് കടലാണ് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു.
നമ്മളപ്പോൾ ഇവിടെ വെട്ടുകാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരക്കുള്ള ദിവസം. അപ്പോൾ ഇന്ന് അധികം തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ പള്ളിക്കകത്ത് വെച്ചിട്ടല്ല ചോറ് കൊടുക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ഫാദറൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഞങ്ങളെ ഇറക്കിയിട്ട് ഏട്ടൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് വെയിലത്ത് നടന്നു വരാൻ ബുദ്ധിമുട്ടാവുകൊണ്ട് ഏട്ടൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതാ ഇവിടെ ഇറക്കിയിട്ട് ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പം എല്ലാവരും കാറിൽ നിന്നൊക്കെ കുറേ നേരം ഇരുന്ന് യാത്ര ചെയ്തിട്ട് വെളിയിലിറങ്ങിയ സന്തോഷമൊക്കെ ഉണ്ട്. അവരൊക്കെ എവിടെയാണെന്ന് അറിയാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അനുഗ്രഹ പ്രാർത്ഥന ഫാദർ വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഫാദർ പുറത്ത് പോയേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ഗൈഡ് വന്നിട്ട് പറഞ്ഞു ഫാദറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഏട്ടൻ അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവും അപ്പൂസും ഏട്ടനെ കണ്ട ഉടനെ അങ്ങോട്ടോട്ട് ഓടുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന സമയത്താണ് സെക്യൂരിറ്റി വന്നിട്ട് വീണ്ടും പറഞ്ഞത് കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പോഴത്തേനും അവിടെ പള്ളിക്കകത്ത് സെക്യൂരിറ്റി നിൽക്കുന്നതിൻ്റെ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, അതൊക്കെ പോയി കുട്ടികളുമായിട്ട് കണ്ടിട്ട് വരാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരുപാട് വട്ടം പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനകത്തോട്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാനിയും ചേച്ചിയും അമ്മയും വന്നില്ല, കാരണം വെയിലത്ത് അവനെയും കൊണ്ട് ഇപ്പുറം ക്രോസ് ചെയ്ത് വരാനായിട്ട് പറ്റാത്തതുകൊണ്ട് അവരവിടെ തന്നെ നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതിനകത്തോട്ട് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം നിൽക്കുന്ന ഈ ഭാഗമാണ് നമ്മൾ ഡോർ തുറന്നകത്തേക്ക് പോകുമ്പോൾ കാണുന്നത്. ഇത് സ്റ്റെപ്പ് പോലെ ഇറങ്ങി താഴോട്ട് പോകണം. അപ്പം അവർക്ക് മൂന്നുപേർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒന്നാമത് ചൂടിൽ നിന്ന് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഫുൾ AC ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അപ്പം അധികം തിരക്കൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് തിരക്ക്, കുറച്ച് പേരൊക്കെ അതിനകത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഓടി നടന്നെല്ലാം കാണുമായിരുന്നു. അവർക്ക് മൂന്നുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം തിരക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഓടി നടന്നെല്ലാം കാണാനൊക്കെ പറ്റിയായിരുന്നു. അപ്പം ഡോണുവിനും അപ്പൂസിനും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ നല്ലപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നുവരെ ഇതൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അവിടെ പോയി ഇതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഡോണു അപ്പുറത്തും മീനുകളുണ്ടെന്നൊക്കെ അവൻ്റെ അടുത്ത് പറയാണ്. അതാണ് ഇപ്പോൾ കാണിച്ചത്. എൻ്റെ അടുത്ത് പറയണം അമ്മ അവിടെയും മീനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് എഴുതി പിന്നെ അവരെ കൂടെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് പിറകെ പോകുന്നതുകൊണ്ട് ഓടുവാണ്, എനിക്ക് മുന്നേ അവർ ഓടിപ്പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് മൂന്നേരും കൂടെ നിൽക്കുക. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് ഒരു മൂന്നേരും വന്നില്ല. ഡോണും അടുത്ത നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ശരിക്കും ഇതെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങ് ഓടി നടക്കുകയാണ്. അവർ പിന്നെ സന്തോഷിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് നല്ലോണം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനും ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. ഞാനും സത്യം പറഞ്ഞാൽ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളും അവരുടെ കൂടെ പോയി എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പം ഫോട്ടോ എടുക്കാൻ പിടിച്ച് നിർത്തുന്നുണ്ട്, പക്ഷേ അവർ രണ്ടുപേരും നിൽക്കുന്നില്ല. അവസാനം ദേവുനെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തിയിട്ട് അവർ നിൽക്കാൻ നോക്കിയപ്പോൾ അവരും കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ചോറ് കൊടുക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഡാനിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഡാനി ഉണർന്നു ചേച്ചിയുടെ കയ്യിൽ നിന്നിട്ട് ഉറങ്ങുമായിരുന്നു ഇത്രയും നേരം. അപ്പോൾ ഫാദർ വന്നു, ഫാദർ പ്രാർത്ഥിക്കുവാണ്. ഡാനി അപ്പോൾ ഇത്രയും നേരം വണ്ടിയിലിരുന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ ആളിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഉണർന്ന് ഉന്മേഷത്തോടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ പ്രാർത്ഥിച്ചതിന് ശേഷം ഡാനീനെയും പ്രാർത്ഥിച്ചിട്ട് അവന് ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവൻ ഇങ്ങനെ എന്താണ് കയ്യിൽ കുഴച്ചെടുക്കണേന്ന് നോക്കുന്നുണ്ട്. അപ്പം അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാദർ ചോറെടുക്കുന്നത് കണ്ടിട്ട് തന്നെ അവന് തന്നെ വാ തുറന്ന് കൊടുത്തു. എന്നിട്ട് ഫാദറിനെ നോക്കി നല്ല ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫാദർ അവനെ കൊഞ്ചിക്കുന്നുണ്ട്, അവൻ്റെ അടുത്തും തിരിച്ച് അതുപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതവന് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഫാദർ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളോട് എല്ലാവരോടും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ അരിമണിയായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഡോണു പറഞ്ഞു ഡോണൂനും കൊടുക്കണമെന്ന്. അങ്ങനെ ഞാനൊരു അരിമണി എടുത്തിട്ട് അവൻ്റെ ഇങ്ങനെ പിതുക്കിയിട്ട് കൊടുത്തു.
അപ്പോൾ ചേട്ടൻ കൊടുക്കുന്നത് അനിയൻ കഴിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ വെച്ച് കൊടുത്തത് വായിൽ വെച്ച് അവൻ കഴിച്ചപ്പോൾ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം വൈകുന്നേരം വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഉള്ളത് കണിയാപുരം ബസ് ഡിപ്പോയിലാണുള്ളത്. അപ്പോൾ അമ്മേനെ ഇവിടെ ഇറക്കി. കാരണം അമ്മയുടെ കുടുംബക്ഷേത്രത്തിലാണ് വിളക്കുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ നേരത്തെ പോകാമെന്ന് പറഞ്ഞു ബസ്സിന്. അപ്പോൾ ഞങ്ങൾ അമ്മേനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ഷീണിച്ച് എല്ലാവരും വണ്ടിയിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറി ഫ്രഷായിട്ട് വൈകിട്ട് പോകുന്നതാണ്. അപ്പോൾ വൈകിട്ട് ഞങ്ങളിതാ ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഡോണു എൻ്റെ മുമ്പിൽ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഡാനിയും അപ്പവും ദേവും ഒക്കെ പിറകിലുണ്ട്. അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എടുക്കണമെന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു കാവ് പോലെയാണ് ക്ഷേത്രം. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് വെട്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫോണിൻ്റെ വെട്ടം അടിച്ചിട്ട് ദേവ് പറയാണ് ദേവ് മുമ്പേ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവളെ കൂടെ അവൾ പറയാണ് അവൾ റേഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പാട്ടിൻ്റെ മാമനാണ് അവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ മാമൻ്റെ കയ്യിലെ ഫോണിലാണ് പാട്ടിടണേന്ന് പറഞ്ഞ് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു റേഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്മയുടെ കുടുംബക്ഷേത്രം. അപ്പോൾ ഇവിടെ ആയിരുന്നു ഇന്ന് വിളക്ക്. ഒരു കുഞ്ഞമ്പലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.